الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനായ പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ഹജ്ജ് മാസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം ഇവയെല്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പവിത്രത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മാസങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജ് കർമ്മവും ബലിപെരുന്നാളുമെല്ലാം ഈ മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഈ സന്ദർഭത്തിൽ മുൻകൂട്ടി ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്, അഥവാ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ആരാധനയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 4 രൂപത്തിലുള്ള ബലികർമ്മങ്ങളെ അഥവാ മൻസക്കുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവയിൽ ഒന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളായ ഹാബീലും ഖാബീലും നടത്തിയിട്ടുള്ള ബലികർമ്മമാണ്, നേർച്ചയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ മാഇദയിലെ 27-ാം വചനത്തിൽ വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ എന്ന് തുടങ്ങി ആ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹാബീലും ഖാബീലും അവർക്ക് ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളിൽ അവർ ബലികർമ്മത്തിന്റെ നേർച്ച നേരുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുകയും ആ ബലികർമ്മം നടത്തുകയും അവരിൽ ഒരാളുടേത് സ്വീകരിക്കുകയും മറ്റൊരാളുടേത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ആ സന്ദർഭം, അത് വിശാലമായി വിശദീകരിക്കാനുള്ള മറ്റൊരു ചരിത്ര സംഭവം. രണ്ടാമത്തെ ബലിയെക്കുറിച്ച് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്ത് ഒരു പശുവിനെ അറുക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
മൂസാ നബിയുടെ കാലത്ത് ഒരു കൊലപാതകം നടക്കുകയും കൊലപാതകി ആരാണെന്ന് അറിയാതിരിക്കുകയും ചെയ്തപ്പോ മൂസാ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ പരാതിപ്പെടുകയും അങ്ങനെ അവരോട് ഒരു ബലികർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നിശ്ചയിക്കുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയിൽ 67-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഇദ ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിലൂടെ മൂന്നാമത്തെ ബലി, 3ഉം 4ഉം ബലികൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അവയിൽ ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗത. അള്ളാഹുവേ, നീ എങ്ങനെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ഒരു ചോദ്യം അള്ളാഹുവിനോട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. അള്ളാഹു ഇബ്രാഹിം നബിയോട്, നീ പൂർണ്ണമായും വിശ്വാസിയായിട്ടില്ലേ? ഞാൻ പൂർണ്ണമായും വിശ്വാസി തന്നെയാണ്, പക്ഷെ എന്റെ ഒരു സംശയം ചോദിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ, നീ 4 പക്ഷികളെ പിടിക്കുക, എന്നിട്ട് ആ പക്ഷികളെ നീ അറുക്കുക, എന്നിട്ട് ആ പക്ഷികളുടെ മാംസങ്ങൾ നീ കൂട്ടിക്കുഴക്കുക, എന്നിട്ട് 4 മലകളുടെ മുകളിൽ നീ അതിനെ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് തിരിച്ചു വന്നുകൊണ്ട് നീ വിളിക്കുക ആ പക്ഷികളെ. ആ പക്ഷികൾ നിന്റെ അടുക്കൽ നിന്ന് ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ നിന്റെ അടുക്കലേക്ക് തന്നെ പറന്നു വരുന്നതാണ്. അപ്പോ മരിച്ചുപോയവരെ എങ്ങനെയാണ് പുനർജീവിപ്പിക്കുക എന്ന സംശയത്തിന് മറുപടിയായി 4 പക്ഷികളെ പിടിച്ചറുക്കാൻ വേണ്ടി പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. 4ാമത്തെ ബലി എന്ന് പറയുന്നത് നാം ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഉദ്ഹിയ്യത്തുമായി കൊണ്ട് പറയുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം തന്നെ, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനീ കൈഫ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമകനെ, തനിക്ക് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ സായം സന്ധ്യയിൽ ഒരു കുഞ്ഞ് പിറക്കുകയും ആ കുഞ്ഞ് തന്റെ കൂടെ നടക്കാൻ പ്രായമാവുകയും ചെയ്ത ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ് ആ കുഞ്ഞിനെ അറുക്കണമെന്ന്. പ്രവാചകന്മാരുടെ സ്വപ്നം അത് വഹീന്റെ ഇനത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കേണ്ടതുമാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. നിന്റെ അഭിപ്രായം എന്താ? അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതേ ആദർശത്തിലൂട്ടപ്പെട്ട അതേ രക്തത്തിൽ പിറന്ന മകൻ മറുപടി പറഞ്ഞു, ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പിതാവേ, അങ്ങയോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പന പ്രകാരം അങ്ങ് അത് നടപ്പിലാക്കുക, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അങ്ങക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 4 ബലികളെ പറ്റി ഖുർആനിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ നിർവഹിക്കുന്ന ബലികൾ തന്നെ 4 തരത്തിലുള്ള ബലികളുണ്ട്. ആ 4 തരത്തിലുള്ള ബലികളിൽ ഒന്ന് നമ്മൾ നിർവഹിക്കുന്ന ഈ പറഞ്ഞ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ബലി. രണ്ടാമത്തത് അഖീഖ എന്ന് പറയുന്ന ബലി. ഒരു കുട്ടി പിറന്നാൽ ആ നന്ദി സൂചകമായി കൊണ്ട് നാം നിർവഹിക്കുന്ന അറവ്, അതിനാണ് അഖീഖ എന്ന് പറയുന്നത്. ജനിച്ച് 7ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 14, 21 ഈ ദിവസങ്ങളിലോ ഒക്കെ അറുക്കുന്ന ആ അറവിന് അഖീഖ എന്ന് പറയുന്നു. അതൊരു അറവിന്റെ ഈ ഒരു ബലിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തത് നദിർ എന്ന് പറയുന്ന നേർച്ചയാക്കുക. അള്ളാഹുവിന്റെ പേരിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിക്കൊണ്ട് അറുക്കുന്ന അറവ്, അതും ബലിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. നാലാമത്തത് കഫാറത്തിന്റെ ഇനത്തിൽ വരുന്ന, അഥവാ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ട്, തെറ്റുകൾക്ക്, അപാകതകൾക്ക്, പോരായ്മകൾക്ക് പ്രായശ്ചിത്തമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഹജ്ജിലൊക്കെ പാലിക്കേണ്ട ഒരുപാട് നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ ഇല്ലാതെ പോവുകയോ അതിലേതെങ്കിലും പോരായ്മകൾ സംഭവിക്കുകയോ ചെയ്താൽ അവിടെ ബലികർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ബലികർമ്മങ്ങൾ നമുക്കിടയിൽ ഇസ്ലാമികമായി തന്നെ കാണാവുന്നതാണ്.
ജാഹിലിയ്യത്തിൽ നടപ്പിലുണ്ടായിരുന്ന ജാഹിലിയ്യത്തിൽപ്പെട്ട ഇസ്ലാമികമല്ലാത്ത ചില അറിവുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറിവുകളിൽപ്പെട്ട ഒന്നാണ് അഖീറ എന്ന് പറയുന്ന അറിവ്. അഖീറ എന്ന് പറയുന്നത് റജബ് മാസത്തിന്റെ പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കുകയും ആ റജബ് മാസത്തിന്റെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്ന അറിവിനാണ് അഖീറ എന്ന് പറയുന്നത്. അത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ലാ അഖീറത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അങ്ങനെ ഒരു അഖീറ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. രണ്ടാമത് ജാഹിലിയ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു അറിവായിരുന്നു ഫറഅ് എന്ന് പറയുന്നത്. അഥവാ തങ്ങൾ പോറ്റുന്ന മൃഗങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടികളിൽ ഒന്നിനെ തങ്ങൾക്ക് ഇടയിലുള്ള ആദരിക്കുന്ന പോലീസിയാക്കപ്പെട്ടിട്ടുള്ള മഹാന്മാർക്ക് വേണ്ടി അവയിലൊന്നിനെ നേർച്ചയാക്കാറുണ്ടായിരുന്നു. അങ്ങനെ നേർച്ചയാക്കിക്കൊണ്ട് അറുക്കുന്ന അറിവിനാണ് ഫറഅ് എന്ന് പറയുന്നത്. ഈ രണ്ട് അറിവിനെയും ജാഹിലിയ്യ സമ്പ്രദായമായി കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറബ് നടത്തുവാൻ പാടില്ല എന്നത് ഖുർആൻ ദീനുൽ ഇസ്ലാം ഖണ്ഡിതമായി പറയുന്നതാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങളിൽപ്പെട്ട മാംസങ്ങളിൽപ്പെട്ട ബലികളിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും പണ്ട് കാലത്തും ഇന്നും ഇത്തരത്തിലുള്ള ചില ബലികൾ നടക്കുന്നതായി നമുക്ക് അറിയാവുന്നതാണ്. അഥവാ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കുക, നാഗൂരിലേക്കോ അജ്മീറിലേക്കോ ഏതെങ്കിലും നാൽക്കാലികളെ നേർച്ചയാക്കുക, ഇങ്ങനെ മൃഗങ്ങളെ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ മക്ബറകളിലേക്ക് അവരുടെ പോരിശയ്ക്ക് വേണ്ടി, അവരുടെ തൃപ്തിക്ക് വേണ്ടി, തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നേർച്ചയാക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ, അത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള അഖീറ എന്ന് പറഞ്ഞതിലോ ഫറഅ് എന്ന് പറഞ്ഞതിലോ അങ്ങനെ വിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുക്കപ്പെടുന്നത് കിടപ്പിലോ ആണ് വരിക. പ്രവാചകന്റെ ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുന്നുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. ഈ അറുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മഹാന്മാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്, അവർ തങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന അബദ്ധ ധാരണയുടെ പേരിലാണ്. അപ്പോഴത് അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള അറവായി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവ്വം ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനകളിൽ വജ്ജഹ്തുവിൽ നമ്മൾ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി, അള്ളാഹുവേ എന്റെ നമസ്കാരം അതുപോലെ എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവേ നിനക്ക് മാത്രമുള്ളതാണ്. സർവലോക രക്ഷിതാവേ എന്റെ ബലികർമ്മങ്ങളും നിനക്കുള്ളതാണ്, മറ്റൊരാൾക്ക് വേണ്ടിയും ഞാൻ ബലി അർപ്പിക്കുകയില്ല എന്ന് അവിടെയും പറയുന്നുണ്ട്. അപ്പോ ജാഹിലിയ്യ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബലികൾ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിനിടയിലും നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ ശപിച്ച രൂപത്തിലുള്ള ബലികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി ബലി പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് അത് കേവലം ഒരു അറവ് മാത്രമല്ല, അത് കേവലം ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു മാംസം മാത്രമല്ല, അത് കേവലം വിശപ്പ് മാറുവാനുള്ള ഒരു ഭക്ഷണമായി ഉപയോഗിക്കേണ്ടതുമല്ല. യഥാർത്ഥത്തിൽ ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നിർവഹിക്കുന്ന അറവ് അതൊരു ആരാധനയാണ്, അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് ആദർശത്തിന്റെ ഭാഗമാണ്, അത് ആത്മസമർപ്പണത്തിന്റെ ഭാഗമാണ്, അത് ആത്മത്യാഗത്തിന്റെ ഭാഗമാണ്. അഥവാ ഞാൻ സൂചിപ്പിച്ചതുപോലെ
വെറും ഒരു അറവല്ല. സാധാരണ നമ്മൾ മൃഗങ്ങളെ അറുക്കുന്ന രൂപത്തിലുള്ള അനുവദനീയമായിട്ടുള്ള ഒരു അറവല്ല. അത് പുണ്യമാക്കപ്പെട്ട, ആരാധനയായി നിശ്ചയിക്കപ്പെട്ട, വിശ്വാസത്തിന്റെ ഭാഗമായ, ആദർശത്തിന്റെ ഭാഗമായ, ആത്മത്യാഗത്തിന്റെ ഭാഗമായ, ആത്മപരിശുദ്ധിയുടെ ഭാഗമായ, ഭക്തിയുടെ ഭാഗമായ, അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി വിശ്വാസികൾ നിർവഹിക്കുന്ന ബലിയാണ്. അത്രക്ക് മഹത്തരമുണ്ട് അതിന്. പെരുന്നാൾ ദിവസം നാം നിർവഹിക്കുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. അന്നത്തെ സുഭിക്ഷതയ്ക്ക് വേണ്ടി നാം നല്ലതായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അന്ന് നാം നല്ല സുന്ദരമായ വൃത്തിയുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്, പുതുവസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്, സുഗന്ധങ്ങൾ പൂശുവാറുണ്ട്, മറ്റുള്ളവരെ സൽക്കരിക്കുവാറുണ്ട്. അതുപോലെ ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ മറ്റ് അവസരങ്ങൾ, അനുവദനീയമായ അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ അനുവദനീയമായിട്ടുള്ള കാര്യമാണ്, വേണ്ട കാര്യമാണ്, നല്ലതായ കാര്യവുമാണ്. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കേണ്ടുന്ന കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അമില ആദമിയ്യും മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദമി. അന്ന് മൃഗങ്ങളെ അറുത്തുകൊണ്ട് രക്തമൊഴുക്കുന്നതിനേക്കാൾ വലിയ ഒരു പുണ്യം ആ ദിവസത്തിൽ നിർവഹിക്കാനില്ല എന്നാണ്. അന്നത്തെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യം, പെരുന്നാൾ ദിവസത്തെ, ബലിപെരുന്നാൾ ദിവസത്തെ ഏറ്റവും പുണ്യമാക്കപ്പെട്ടിട്ടുള്ള കാര്യം ബലി നിർവഹിക്കുക എന്നതാണ്. ഈദുൽ അദ്ഹ എന്നതിന് പുറമെ ആ ദിവസത്തിന്റെ മറ്റൊരു പേര് യൗമുൻ നഹർ എന്നാണ്, അഥവാ ബലിയുടെ ദിവസം എന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരാധനയാണത് എന്ന് നാം മനസ്സിലാക്കുക. ഒരു പ്രധാനപ്പെട്ട ആരാധനയായത് കൊണ്ടാണ് ആ ബലി എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്ന സമയം പറഞ്ഞത്. അത് നമസ്കാര ശേഷം മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. മുമ്പാണ് നിർവഹിച്ചത് എങ്കിൽ അത് തനിക്കും കുടുംബത്തിനുമുള്ള ആഹാരമായിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ അത് മഹത്തായ ഒരു ആരാധനയായത് കൊണ്ടാണ് ആ മൃഗത്തിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ മൃഗങ്ങളെയും മറിക്കാൻ പറ്റില്ല. അതിന് അഴിവുള്ള ന്യൂനതകൾ ഉള്ളതുണ്ടാകും, കൊമ്പുകൾ നഷ്ടപ്പെട്ടതുണ്ടാകും, മുടന്തുള്ളവയുണ്ടാകും, രോഗമുള്ളവയുണ്ടാകും. അങ്ങനെയുള്ള മൃഗങ്ങളെയൊന്നും ബലിയറുക്കാൻ പാടില്ല എന്ന് പ്രത്യേക നിബന്ധന വെച്ചത് പുണ്യമാക്കപ്പെട്ട മഹത്തായ ഒരു ആരാധനാ കർമ്മമായത് കൊണ്ടാണ്. അതുപോലെ ഒരു ആരാധനയായത് കൊണ്ടാണ് ഈ മാംസം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മാംസം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം. പാവപ്പെട്ടവരായ, ദരിദ്രരായ ആളുകൾക്ക് നിങ്ങൾ അത് വിതരണം ചെയ്യുകയും ചെയ്യണം. അതുപോലെ മറ്റൊരു തിരുവചനത്തിൽ കുലു വദ്ദഹിറു, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും എല്ലാം ചെയ്യുക. അഥവാ ഭക്ഷണം, ആ മാംസം എന്തു ചെയ്യണം എന്നതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നല്ല ഒരു ആരാധനയാണ്. വളരെ രാഘവത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമല്ല, ഒരു ആരാധനയാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രതിഫലം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞത്. ബികുല്ലി ശഅറത്തിൻ ഹസന. നബിയോട് സംശയം ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് അതിന്റെ രോമങ്ങൾ കണക്കെ പ്രതിഫലമുണ്ട് എന്നാണ്. നാം ആഗ്രഹിക്കുന്നത് അതാണ്. സ്വഹാബത്തിന് അറിയേണ്ടത് അതായിരുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കാം, ഞങ്ങൾ നമസ്കരിക്കാം, ഞങ്ങൾ സ്വതക്ക ചെയ്യാം, ഞങ്ങൾ ബലി നൽകാം, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, അള്ളാഹുവിന്റെ അടുപ്പം ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിനവർ സന്നദ്ധരായിരുന്നു. അങ്ങനെ അവർ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ബികുല്ലി ശഅറത്തിൻ ഹസന, അതിന്റെ രോമം കണക്കെ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. മറ്റൊരു തിരുവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, വഇന്നദ്ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖഅ ബിൽ അർളി ഫതീബു ബിഹാ നഫ്സാ. ആ രക്തം, ബലിയുടെ രക്തം, ബലിയറുക്കുന്ന സമയത്ത് ആ ബലിയുടെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പേ നാം നിർവഹിക്കുന്ന ബലി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെട്ടു. എത്ര പെട്ടെന്നാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്! അഥവാ അള്ളാഹു വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു ഇബാദത്ത്. ആ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പേ
നിങ്ങളുടെ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം അള്ളാഹു സ്വീകരിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫതീബു ബിഹാ നഫ്സ, സംതൃപ്തിയുള്ളവരാവുക നിങ്ങൾ. ബലിയുടെ വിഷയത്തിൽ സംതൃപ്തിയുള്ളവരാവുക നിങ്ങൾ, സന്തോഷിക്കുന്നവരാവുക നിങ്ങൾ. നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടല്ല, ഹേമിച്ചുകൊണ്ടല്ല, നിങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ അത്തരത്തിൽ നിർബന്ധപൂർവം പങ്കാളികളാക്കിക്കൊണ്ടല്ല, നിങ്ങൾ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് ബലികർമ്മത്തിൽ തയ്യാറാവേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ആ ബലികർമ്മത്തിൽ സാധ്യതകൾ ഉണ്ടായിട്ടും പങ്കാളികളാകാത്ത ആളുകൾ പ്രവാചകൻ പഠിപ്പിക്കുന്നത് മൻ കാന ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഇമാം അഹ്മദും ഇബ്നു മാജയും ഉദ്ധരിച്ച ഈ തിരുവചനം ശൈഖ് അൽബാനി അദ്ദേഹം ഹസൻ എന്നാണ് ഈ ഹദീസിനെ പരിഗണന നൽകിയിട്ടുള്ളത്. വിശ്വാസിയായ ഒരു തന്നെ സഅത്ത്, ജീവിത വിശാലതയുണ്ടായിട്ട് അയാൾ ബലികർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അയാൾ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ട. അയാൾക്ക് ഈമാനില്ല, അയാൾക്ക് തഖ്വയില്ല, അയാൾക്ക് ഖൗഫില്ല. അതുകൊണ്ട് വെറുതെ ഉടുത്തൊരുങ്ങി സുഗന്ധങ്ങൾ പൂശി കുടുംബങ്ങളെയും കൂട്ടി പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി ഈദ്ഗാഹിലേക്ക് എളിഞ്ഞു വരേണ്ടതില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുവചനത്തിലൂടെ പഠിപ്പിച്ചത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അത്രക്ക് ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബലി എന്ന് പറഞ്ഞത്, സഅത്ത് എന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും ജീവിത വിശാലത എന്ന് പറഞ്ഞ സഅത്ത് എന്ന പദം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് മുതലാളിമാർ നിർവഹിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും നടത്തുന്ന കുറെ ആൾക്കാരുണ്ട്, ഓർക്ക് മാത്രം നിർദ്ദേശിക്കപ്പെട്ട കാര്യമല്ല ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞത്. മറിച്ച് സഅത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യം ഒരാളുടെ അടുക്കൽ ഉണ്ടായിട്ട് മിച്ചമുണ്ടായാൽ അയാൾ സഅത്ത് എന്ന പരിധിയിൽ വന്നു. നമ്മളിൽ ആരാണ് ഈ സഅത്ത് എന്ന പരിധിയിലെത്താത്തത്? നമ്മളിൽ ആരാണ് ഈ സഅത്ത് എന്ന പരിധിയിലെത്താത്തത്? ഒളിഞ്ഞു നിൽക്കാൻ എനിക്ക് ഉതിറുള്ളത് ആർക്കാണ് എന്ന് നാം ആലോചിച്ചു നോക്കുക. ഓരോ ദിവസവും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി 1000-ഉം 2000-ഉം ചെലവഴിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അതുപോലെ വീട് വെക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഒരു ട്രിപ്പ് പോകുവാൻ വേണ്ടി 10,000-ങ്ങൾ ചെലവഴിക്കുന്ന നമ്മൾ ഓരോരുത്തരും, കല്യാണങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഈ കാര്യം പോയി പറയുമ്പോ അവൻ പറയുന്നു, കഴിയില്ല, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തികമായ വിഷമതയാണ്, ഞങ്ങൾക്ക് കൂടാൻ കഴിയില്ല എന്ന് പറയുമ്പോ നാം മനസ്സിലാക്കുക, പടച്ചവനെ മറക്കാൻ പാടില്ല, പടച്ചവനെ മറക്കാൻ പാടില്ല. നേരം പുലരുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന 2 മലക്കുകളുണ്ട്. ആ മലക്കുകളിൽ ഒന്നിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅ്തി മുൻഫികൻ ഖലഫ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ വീണ്ടും 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 നൽകണമേ എന്നതാണ് ആ പ്രാർത്ഥന. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫ, പടച്ചോനെ, പിശുക്ക് കാണിക്കുന്നവനെ, പിടിച്ചു വെക്കുന്നവനെ, ചെലവഴിക്കാത്തവന് അവന് നീ നാശം നൽകണമേ റബ്ബേ. അവന്റെ സമ്പത്ത് മറ്റേതെങ്കിലും വിധത്തിൽ അവൻ ചെലവഴിക്കേണ്ടി വരും. രോഗത്തിനാകാം, മറ്റവസ്ഥകളിലാകാം. എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിട്ടുള്ള ഈ സമ്പത്ത് മറ്റേതെങ്കിലും മാർഗത്തിൽ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഗൗരവമേറിയതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഓരോരുത്തരും, സ്ത്രീയും പുരുഷനും, ഒരു കുടുംബത്തിനൊരു ഓഹരി എന്ന നിലക്കല്ല. ഒന്നിനെ അറുക്കേണ്ടവർ ഒന്നിനെ തന്നെയാണ് അടക്കേണ്ടത്. ആടാണെങ്കിൽ ഒരാൾക്കും കുടുംബത്തിനും അത് മതിയാവുന്നതാണ്. അല്ല എങ്കിൽ മാടാണെങ്കിൽ 7 വരെയാകാവുന്നതാണ്. 7 തന്നെയാകണം എന്നല്ല. ഒന്നിനെ അറുക്കേണ്ടവർ ഒന്ന് തന്നെയാണ് അറുക്കേണ്ടത്. 2 ആൾക്ക് കൂടി അറുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ്. 7-ൽ1 ഭാഗം എന്നതല്ല, 7 വരെയാകാം എന്നത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി പ്രവാചകൻ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കാതെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരും മടിച്ചു നിൽക്കാതെ ഈ മഹത്തായ ഇബാദത്ത്, പെരുന്നാളിൽ നിർവഹിക്കാൻ കഴിയുന്ന ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തായ
ബലികർമ്മത്തിൽ അതിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് നാം പങ്കാളിയാവുകയും അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എതിരായി തീരാതിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലെല്ലാം പാലിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യുക. ആ ബലികർമ്മത്തിൽ പങ്കാളികളാകുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലയനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ നടത്തുന്ന ഈ ബലിയിൽ അതിന്റെ മാംസമല്ല, അതിന്റെ രക്തമല്ല അല്ലാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള തഖ്വയാണ്. ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയുടെ സൂക്ഷ്മതയുടെ അടയാളമായി കൊണ്ട് ഇതിനെ കാണുകയും പങ്കാളികളാകാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ചരിത്രം മയവിറക്കുമ്പോ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അറുക്കാൻ കൊണ്ടുപോയ, മിനയിലേക്ക് കൊണ്ടുപോയ ആ രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടുപേരും അല്ലാഹുവിനെ പൂർണ്ണമായും കീഴൊതുങ്ങിയ ആ സന്ദർഭം, ഇബ്രാഹിം നബി സ്വപ്നം കണ്ടതും ഇസ്മായിൽ നബി അതിനെ പ്രതികരിച്ചതും, അങ്ങനെ അറുക്കാൻ വേണ്ടി പൂർണ്ണമായും സന്നദ്ധരായ ആ രംഗം, എന്നിട്ട് അറുക്കാൻ പാകത്തിൽ ആ മണ്ണിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കിടത്തിയ ആ രംഗം, ഫനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ. ആ സമയത്ത് അല്ലാഹു ആ കൽപ്പനകൾ മുഴുവനും നടപ്പിലാക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുകയും, ഇബ്രാഹിമേ നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മൃഗത്തെ എത്തിച്ചു കൊടുക്കുകയും അതിനെ ബലി നൽകുകയും ചെയ്തു. ഈ സംഭവത്തെ സംബന്ധിച്ച് തഫ്സീർ ബഗവിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ആ അറവിന് പൂർണ്ണമായും മനസ്സ് കീഴ്പ്പെട്ടുകൊണ്ട് അറുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പിതാവായ നമ്മൾ ഓരോരുത്തരും പിതാക്കളാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായി എന്ന് വിചാരിക്കുക. നാം മറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. പാകത്തിൽ നമ്മുടെ മകനെ ചരിച്ചു കിടത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ അബതിസ്തുദരിബാതി ഹത്താ ലാ അദ്തരിബാ. എന്റെ പൊന്നു പിതാവേ, എന്റെ കൈകാലുകൾ നിങ്ങളൊന്ന് ബന്ധിക്കണം, ഹത്താല അൽതരിബ. ഞാൻ പിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അറുക്കുന്ന സമയത്ത് പിടക്കാതിരിക്കാൻ പിതാവേ നിങ്ങൾ എന്റെ കൈകാലുകൾ ഒന്ന് ബന്ധിക്കണം. അതുപോലെ എന്റെ പൊന്നു പിതാവേ, എന്റെ വസ്ത്രം നിങ്ങളൊന്ന് കയറ്റി വെക്കണം, ഒന്ന് മാറ്റി വെക്കണം. കാരണം എന്തെന്നോ, അറുക്കുന്ന സമയത്ത് ആ വസ്ത്രത്തിൽ രക്തത്തുള്ളികൾ തെറിച്ചു വീഴുകയും അത് വീട്ടിൽ കൊണ്ടുപോകുമ്പോ എന്റെ ഉമ്മ അത് കാണാൻ ഇടവരികയും ചെയ്യുമ്പോ എന്റെ ഉമ്മാക്ക് അതിയായ ദുഃഖമുണ്ടാകും. അതുകൊണ്ട് പിതാവേ, നിങ്ങൾ ആ വസ്ത്രം ഒന്ന് കയറ്റി വെക്കണം. അതുപോലെ തന്നെ പൊന്നു പിതാവേ, മൂർച്ചയുള്ള കത്തി കൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ എന്നെ അറക്കണം, വളരെ പെട്ടെന്ന് മൂർച്ചയുള്ള കത്തി കൊണ്ട് അറക്കണം. എന്തിനു വേണ്ടി? ലിയകൂനൽ മൗതു അഹ്വന അലയ്യ. എനിക്ക് ആ മരണം ഒരു ലളിതമായ കാര്യമായി തീരുന്നതിന് വേണ്ടി. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്റെ മുഖത്തെ നിങ്ങൾ ചെരിച്ചു കിടത്തണം. കാരണം എന്തെന്നോ, അറുക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ലഭിച്ചിട്ടുള്ള എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ കരുണ പൊട്ടിയൊലിച്ചു എന്ന് വന്നേക്കാം. അറവിൽ നിന്ന് ഒരുപക്ഷെ പിന്തിരിഞ്ഞു പോകാനുള്ള അവസരമായി അത് മാറാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെരിച്ചു കിടത്തണം. എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് എന്നോട് കാരുണ്യമുണ്ടാകാം. അതുമല്ല, ആ അറുക്കാൻ കൊണ്ടുവരുന്ന തിളങ്ങുന്ന മൂർച്ചയേറിയ ആ കത്തിയിലേക്ക് ഞാൻ നോക്കാനിടയായാൽ ഒരു പക്ഷേ എനിക്കും ഭയമുണ്ടാകാം, പേടിയാകാം. അതുകൊണ്ട് എന്നെ ചെരിച്ചു കിടത്തുക.
അതുകൊണ്ട് എന്റെ പൊന്നു പിതാവേ, എന്റെ ഈ അറിവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാനും നിങ്ങളും ഒരുമിച്ചാണ് ഇങ്ങോട്ട് ഈ മിനയിലേക്ക് കയറി വന്നിട്ടുള്ളത്, ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നിട്ടുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എന്നെ കാണാതിരിക്കുമ്പോ ഉമ്മാക്ക് വിഷമമുണ്ടാകും. ആ ഉമ്മയോട് എന്റെ സലാം നിങ്ങൾ പറയണം, എന്റെ സലാം നിങ്ങൾ പറയണം. നോക്കൂ, ഒരു പിതാവിന്റെയും പുത്രന്റെയും ആ ത്യാഗ സ്മരണകൾ അയവിറക്കുന്ന, ഇത്രമാത്രം ഈമാനും തഖ്വയും ഖൗഫും പ്രതിഫലാർഹമായ ഈ കാര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കേവലം ഒരു അറിവ് മാത്രമല്ല, കേവലം മാംസം ലഭിക്കൽ മാത്രമല്ല, കേവലം ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, മഹത്തായ ആരാധനയാണ്, മഹത്തായ പുണ്യകർമ്മമാണ്, അളവറ്റ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിന്റെ രക്തം ഭൂമിയിൽ വരുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പുണ്യകർമ്മമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ സമീപിക്കുമ്പോ എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ എനിക്കുള്ളതുപോലെ തന്നെ ഇതിനും എനിക്ക് അനുഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ പങ്കാളികളാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാധാന്യവും മഹത്വവും പോരിശയും ചരിത്രവും എല്ലാം ഓർത്തുകൊണ്ട് പരികർമ്മത്തിൽ പങ്കാളികളാകുന്ന, അതിന്റെ പുണ്യം നേറുന്ന വിശ്വാസിനികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസികും ബിഇബാദത്തില്ലാഹി വ നഫ്സി താനിയും തഖ്വ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്. മുകളിലുള്ള കുട്ടികൾ സംസാരിക്കാതിരിക്കാൻ പറയുവാൻ, അവിടെ സംസാരിക്കാതെ ശ്രദ്ധാപൂർവം ഇരിക്കണം കുട്ടികളും. കഴിഞ്ഞ ദിവസം SSLC +2 പരീക്ഷകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികളിൽ മഹാഭൂരിഭാഗവും വിജയം കൈവരിക്കുകയും 99.69% ആളുകളും വിജയിച്ചു. വളരെ കുറഞ്ഞ 0.31% ആളുകൾ മാത്രമാണ് വിജയിക്കാത്തവർ. അതൊരു പക്ഷേ പരീക്ഷ എഴുതിയിട്ട് വിജയിക്കാത്തവരായിക്കൊള്ളണമെന്നില്ല. രജിസ്റ്റർ ചെയ്തതിന് ശേഷം പരീക്ഷയ്ക്ക് ഹാജരാകാൻ കഴിയാതിരിക്കുകയോ ആബ്സെന്റ് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷയൊക്കെ വിട്ടുപോവുകയോ ചെയ്തിട്ടുള്ള ആളുകളുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും പരീക്ഷ വീണ്ടും കടന്നു വരികയും ചെയ്യും. ഏതായിരുന്നാലും വിജയിച്ച ആളുകൾക്ക് അനുമോദനങ്ങളുടെ പൂച്ചെണ്ടുകൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അർപ്പിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേടും. ഫുള്ള് A+ നേടിയവർക്ക് മാത്രമല്ല, 1-2 വിഷയങ്ങൾക്ക് A+ അതുപോലെ Aയും Bയും മറ്റ് ഗ്രേഡുകളും ഒക്കെ നേടിയിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേടുകയാണ്. എങ്ങനെയാണ് ഒരു കുട്ടിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്നതാണ് സാധാരണഗതിയിൽ വാല്യുവേഷൻ ക്യാമ്പുകളിൽ ആലോചിക്കാറുള്ളത്. ക്യാമ്പ് ലീഡർ പറഞ്ഞു തരാറ് അങ്ങനെയാണ്: ആ ഒരു കുട്ടിയെ തോൽപ്പിക്കാനല്ല, ജയിപ്പിക്കാൻ എന്തുണ്ട് മാർഗം. അങ്ങനെ ജയിപ്പിക്കാതെ ഒരു കുട്ടിയെ നിശ്ചയിക്കപ്പെട്ട മാർക്കിന്റെ പുറമെ 6-7 മാർക്ക് ഉണ്ടായാൽ കുട്ടി ജയിക്കും. ഈ മാർക്ക് ലഭിക്കാത്ത പേപ്പർ ക്യാമ്പ് ലീഡറെ കാണിക്കണം. ലീഡറെ കാണിച്ചാൽ വീണ്ടും അവർ പറയും അവിടെ ഒരു മാർക്ക് കൊടുത്താൽ, ഇവിടെ 1/2 മാർക്ക് കൊടുത്താൽ, അവിടെ 1/2 കൊടുത്താൽ, അങ്ങനെ ജയിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, നമ്മുടെ കുട്ടികളൊക്കെ വിജയിക്കുന്നുണ്ട് എങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ് എന്ന്. അതെന്തോ ആകട്ടെ, ആ വഴികളിലേക്കൊന്നും ഞാനിപ്പോൾ എൻ്റെ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
തുടർന്ന് അഡ്മിഷൻ എടുക്കാനുള്ള പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ നേടുവാനുള്ള മറ്റ് കോഴ്സുകളിലേക്ക് ചേരുവാനുള്ള അവസരവും അന്വേഷണമാണ് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദീനീ സ്ഥാപനങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നത് നാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അറബിക് കോഴ്സുകളുണ്ട്, അതല്ലാത്ത പ്ലസ് ടു കോഴ്സുകൾ നടത്തുന്നവയുണ്ട്, ഡിഗ്രി കോഴ്സുകൾ ഉള്ളവയുണ്ട്, അത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളിലേക്കും നമ്മുടെ കുട്ടികളെ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ മേഖലകളിൽ നമ്മൾ ആലോചനയോടുകൂടി ഇടപെടേണ്ടുന്ന കാര്യമാണ്. അഡ്മിഷന് വേണ്ടി ഈ തെക്കൻ ജില്ലകളിൽ നിന്നും വലിയ പ്രയാസമില്ല. SSLC പാസ്സായാൽ തന്നെ അഡ്മിഷൻ ലഭിക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ മലബാർ ഏരിയകളിൽ 10,000-കണക്കിന് കുട്ടികൾ പുറത്താണ്. തെക്കൻ ജില്ലകളിലെ ചില ചെറിയ ജില്ലകളിൽ 1000-കണക്കിന് പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്ലസ് ടുവിലൊക്കെ 20ഓ 25ഓ കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. എന്നാൽ മലബാർ ഏരിയകളിൽ വർദ്ധിപ്പിക്കുന്ന സീറ്റുകളടക്കം 70ഓളം കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. അങ്ങനെ 70ഓളം കുട്ടികൾ ഇരുന്നാൽ തന്നെ അവിടെ 14,000-ത്തിലധികം കുട്ടികൾ ഇപ്പോൾ ഈ പ്രാവശ്യം പുറത്താകും എന്നാണ്. അഥവാ എല്ലാവർക്കും തുല്യമായ അവസരം നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്ന, കാലാകാലങ്ങളിൽ കടന്നു വരുന്ന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയാണ് ഇത് വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും തുല്യമായ നീതിയും തുല്യമായ പഠിക്കാനുള്ള അവസരവും ന്യായപൂർവ്വം നൽകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവുകയില്ല. അതൊക്കെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ കാര്യം നാം അങ്ങനെ മനസ്സിലാക്കുക. ഇന്നും ഇന്നലെയുമൊക്കെയായി നമുക്ക് അല്പം ചൂടിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് കുറേശ്ശെയായി മഴ വർഷിച്ചു. ഇങ്ങനെ മഴ വർഷിച്ചപ്പോൾ ആശ്വാസമായി എന്ന് നമ്മളൊക്കെ പറയുന്നു. പക്ഷേ ഈ ആശ്വാസമായി എന്നതിനപ്പുറം നാം അതൊരു നന്ദി സൂചകമായ പ്രവർത്തനത്തിനുള്ള മാർഗവും കൂടിയായിട്ട് കാണുന്നു. കാരണം എന്തെന്ന്, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം എത്തിയപ്പോൾ, അത് സുലൈമാൻ നബി തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് മുഅ്ജിസത്തിന്റെ ഫലമായിക്കൊണ്ട്. അത് എത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ലിയബ്ലുവനി അശ്കുറു അൻ അക്ഫുറു. ഇതൊരു പരീക്ഷണമാണ്. ഈ കൊട്ടാരം ഇവിടെ എത്തിയത് ഒരു പരീക്ഷണമാണ്. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്നതിന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോൻ ഇങ്ങനെയൊരു കാര്യം എൻ്റെ മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ആശ്വാസത്തിന്റെ അവസരം, സമയം നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ മഴ പെയ്ത് സന്തോഷത്തോടു കൂടി രാത്രികാലത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ സുബൈന്റെ ബാങ്ക് കൊടുക്കുമ്പോ ഒന്നുകൂടി അവിടെ കിടക്കുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോരോ എന്ന് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുവാൻ നീ ശ്രമിക്കുമോ അല്ല അവനെ ധിക്കരിക്കുവാനാണോ നീ ആലോചിക്കുക എന്ന ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് ചോദിക്കുന്നത്, ഈ വെള്ളം നാം അങ്ങ് വറ്റിയതാക്കി കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഉറവ് ജലം നൽകുക? ആരും തരില്ല എന്ന് നമുക്ക് 100 വട്ടം ഉറപ്പാണ്. ആ കരുണാവാരിധിയായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹവും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളുമെല്ലാം അവനോട് നന്ദി കാണിക്കാനുള്ള അവസരമായി നാം ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവിനെ ഭയപ്പെടുന്ന, അവനെ ആലോചിക്കുന്ന, അവന്റെ അടുക്കലെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, അങ്ങനെ സ്വർഗം നേടുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധി നാഥനായ തമ്പുരാനെ, നിന്റെ ഇസ്ലാമിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ പുണ്യകരങ്ങളായ എല്ലാ കാര്യങ്ങളോടും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പങ്കാളികളാകുന്ന വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ആത്മവിശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ഉളുഹിയ്യത്ത് എന്ന മഹത്തായ ആരാധനാ കർമ്മത്തിലും പങ്കാളികളാകാനുള്ള സന്മനസ്, മാനസികമായ വിശാലത ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ.
ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. പ്രായാധിക്യത്തിന്റെ വിഷമതകളാൽ, അതുപോലെ രോഗത്തിന്റെ പ്രശ്നങ്ങളാൽ വീടുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും കഴിയുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.